നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അയൽവാസിയായ സ്ത്രീയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMAയുമായി യുവാവിനെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. ചിറ്റഞ്ഞൂരിൽ മോഷണം. അടച്ചിട്ട വീട്ടിൽ സൂക്ഷിച്ച സ്വർണവും ഡയമണ്ട് ആഭരണങ്ങളും പണവും കവർന്നു. വിശദമായ വാർത്തകളിലേക്ക്. അയൽവാസിയായ സ്ത്രീയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം മഞ്ചാമ്പരത്തി സ്വദേശി താണിക്കശ്ശേരിയിൽ വീട്ടിൽ സുധീറിനെയാണ് മതിലകം SI CC വസന്തും സംഘവും അറസ്റ്റ് ചെയ്തത്. സുധീർ വീട്ടിൽ ബഹളം വയ്ക്കുന്നത് കണ്ട് ചോദിക്കാനെത്തിയ കരിനാട്ട് വീട്ടിൽ വിശാലാക്ഷിയെ ചായപാത്രം കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതിനാണ് കേസ്. വധശ്രമത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMAയുമായി യുവാവിനെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി കോത്തോട്ട് വീട്ടിൽ 27 വയസ്സുള്ള അജിത്താണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം തൃശൂരിലെത്തിയ ഇയാൾ മണ്ണുത്തിയിൽ വെച്ചാണ് പിടിയിലായത്. സിന്തറ്റിക് ക്രിസ്റ്റൽ രൂപത്തിലുള്ള 40 ഗ്രാം MDMA, 15 ചെറിയ ബോട്ടിലുകളിലായി കൊണ്ടുവന്ന ഹാഷിഷ് ഓയിൽ എന്നിവ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തൃശൂരിലെത്തിക്കുന്ന മയക്കുമരുന്ന് ടാറ്റു കേന്ദ്രങ്ങളും മാളുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഷാഡോ പോലീസും ലഹരിവിരുദ്ധ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് 2016 കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾ പ്രതിയാണ്. 2022 കൊലപാതക ശ്രമ കേസിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്ന് മാസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയവരെക്കുറിച്ചും ഇയാളുടെ ഉപഭോക്താക്കളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം തെക്കേപ്പുറം ചിറ്റഞ്ഞൂരിൽ അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച. വീട്ടിൽ സൂക്ഷിച്ച 5 പവനോളം സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പണവും കവർന്നു. അഞ്ഞൂർ ആലത്തുറ സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ഗീവർഗീസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 2.5 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷത്തോളം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണങ്ങളും 3000 രൂപയുമാണ് മോഷണം പോയത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് വീട്ടിലെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും ഡയമണ്ട് ആഭരണങ്ങളും പണവുമാണ് കവർന്നത്. ചൊവ്വാഴ്ച രാത്രി 9 മണിക്ക് ബുധനാഴ്ച രാവിലെ 11 മണിക്കുമിടയിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. 3 പേടിക സെന്ററിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അനിൽ പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ MK അബ്ദുൽ സലാം മുഖ്യാതിഥിയായി. 2-3 ജില്ലകൾ പിന്നിട്ടപ്പോൾ ഇതിന്റെ ഗതിവിഗതിയിൽ മാറ്റമുണ്ടാകുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും യൂത്ത് കോൺഗ്രസും KSU ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് മാത്രമായി മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് തുടങ്ങി കോഴിക്കോട് നിന്ന് ആരംഭിച്ച ആ പരിപാടിയിൽ അവർ കടന്നുപോകുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൻ്റെ അനന്തരഫലങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത് മാത്രമല്ല, DYFIയും SFIക്കാരും പോലീസുകാരും ചേർന്ന് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി വന്നവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനല്ല, അദ്ദേഹത്തെ സംഘത്തെ ആക്രമിക്കാൻ വന്നവരല്ല. കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSU അവർ വികാരങ്ങൾ പറയുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേരെ കരിങ്കൊടി കാണിച്ചു എന്നതിനപ്പുറത്ത് യാതൊരു തെറ്റും ചെയ്യാത്തവരെ പോലീസും DYFIയും SFIയും കൂടാതെ മാത്രമല്ല സംഘടന പ്രതിഷേധം അതിശക്തമായതോടുകൂടി കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളെ അല്പം തിരിച്ച് പുറത്താക്കി അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് അവരെയും നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങ് കത്താനം വരെ മുന്നോട്ട് പോയത്.
ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PMA ജബ്ബാർ, CC ബാബുരാജ്, DCC മെമ്പർ മണി കാവുങ്ങൽ, സജയ് വൈനപ്പള്ളി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ, KK രാജേന്ദ്രൻ, CJ പോൾസൺ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ഷീല വിശ്വംഭരൻ, KA അഫ്സൽ, CK മജീദ്, ഫൈസൽ ബാബു, VM ദിനേശൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ CJ ജോഷി, അനസ് അബൂബക്കർ, ഉമറുൽ ഫാറൂഖ്, ഇർഷാദ് വലിയകത്ത, സുധാകരൻ മണപ്പാട്ട്, TS ശശി, ബീന സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 15ാമത് ഭരത് PJ ആന്റണി സ്മാരക ദേശീയ അവാർഡിന് അർഹനായ മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ മതിലകം സ്വദേശി സുബിൻ കണ്ണദാസിന് ആദരം നൽകി. യുവകലാ സാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകത്ത് സംഘടിപ്പിച്ച സമാദരണ സമ്മേളനത്തിൽ ET ടൈസൺ MLA മൊമന്റോ സമ്മാനിച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൃഷി ദർശനിലെ ഡോക്യുമെന്ററി പലതും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ വളരെ പ്രശസ്തനായ ഒരാളുടെ നാമധേയത്തിലുള്ള ഒരു അവാർഡ്, ഒരു പുരസ്കാരം നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന സുബിന് ലഭിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾക്കൊക്കെ കിട്ടുന്നു. വീണ്ടും അതിനുള്ളൊരു ആവേശവും നല്ല രീതിയിൽ ഈ രംഗത്ത് നിൽക്കാനും കൂടുതൽ ഗൗരവപ്പെട്ട അർത്ഥത്തിലുള്ള ഡോക്യുമെന്ററി ചെയ്യാനുള്ള കരുത്ത് പകരും എന്ന കാര്യം പറഞ്ഞിട്ട് യുവകലാ സാഹിതി സുബിനെ ആദരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കൂട്ടത്തിലൊപ്പമുള്ള ഒരാളെ ചേർത്ത് പിടിക്കാനുള്ള നല്ല ശ്രമമാണ് നടത്തുന്നത്. യുവകലാ സാഹിതി മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ജോഷി, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീതാ പ്രസാദ്, AITUC സെക്രട്ടറി NS ഗോപിനാഥ്, സതീഷ് SN പുരം, രാജേശ്വരി, CA ധർമ്മദാസ്, TK വരുണൻ, CC വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത തൊഴിൽ മേഖലയായ തഴപ്പായി നെയ്ത്തായിരുന്നു തിരുവനന്തപുരം ദൂരദർശൻ നിർമ്മിച്ച പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയുടെ പ്രമേയം. മികച്ച വിവരണത്തിനുള്ള ദേശീയ അവാർഡ് പാരമ്പര്യത്തിലൂന്നിയ വിസ്മയത്തിന് ശബ്ദം നൽകിയ പ്രൊഫസർ അലിയാറിനാണ്. ക്യാമറ K സജീവ് കുമാറും എഡിറ്റിംഗ് കൈലാസ് കാർത്തികേയനുമാണ്. 21 മിനിറ്റ് 34 സെക്കൻഡാണ് പരിപാടിയുടെ ദൈർഘ്യം. ഒരുക്കിയ യുവകലാ സാഹിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ആദ്യം നന്ദി പറയുകയാണ്. ഇത്തരത്തിലുള്ളൊരു ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് ഈ തലപ്പായ തൊഴിലാളികളുടെ ഒരു ദുരിതമായ ഒരവസ്ഥ, അവരുടെ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, എങ്ങനെ അതിനൊക്കെ അതിജീവിക്കാം എന്നതൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെ വിഷയങ്ങൾ. അപ്പം അത് പരമാവധി ഇടയിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് തലപ്പായ ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ നേരിട്ട് കാണുകയും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രശ്നങ്ങളും എങ്ങനെയൊക്കെ തന്നെയാണ് അതിനെ നേരിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ദൂരദർശൻ്റെ അവിടുത്തെ സാറിൻ്റെ അപ്രൂവലിലൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇടവേള.